പലരും പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം സ്ട്രെസ് അല്ല, ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാത്തതാണ്. സ്ട്രെസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മൾ വിചാരിക്കുന്നു ജോലി കാരണമാണ്, ബിസിനസ് കാരണമാണ്, ഫിനാൻഷ്യൽ പ്രഷർ കാരണമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് എന്ന്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ബ്രെയിൻ ലാസ്റ്റ് നൈറ്റ് റിപ്പയർ ആയോ? ഡീപ്പ് സ്ലീപ്പ് സമയത്താണ് ന്യൂറൽ കണക്ഷൻസ് റിപ്പയർ ആവുന്നത്, ഇമോഷണൽ ഓവർലോഡ് ക്ലിയർ ആവുന്നത്, ഡിസിഷൻ മേക്കിംഗ് സെന്റർ റീസെറ്റ് ചെയ്യപ്പെടുന്നത്. അത് നടന്നില്ല എങ്കിൽ ചെറിയ ഒരു കാര്യം പോലും വലിയ സ്ട്രെസ്സായി അനുഭവപ്പെടാം. ബ്രെയിൻ റിപ്പയർ നടക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ബ്രെയിന് ഒരു മെഷീനാണെന്ന് സങ്കല്പിക്കുക. പകല് മുഴുവന് ആ മെഷീന് നന്നായി വർക്ക് ചെയ്യുന്നു. ഡെസിഷൻസ്, സ്ക്രീന്, നോയ്സുകള്, ഇമോഷണൽ പ്രഷർ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ബ്രെയിൻ പകൽ മുഴുവൻ ഓവർ ഹീറ്റ് ആണ്. യഥാർത്ഥത്തിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലുള്ള നമ്മുടെ ബ്രെയിനിന്റെ സർവീസിംഗ് ആണ്. ഡീപ്പ് സ്ലീപ്പ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ലോജിക്ക് വീക്ക് ആകും, ഇമോഷൻസ് സ്ട്രോങ് ആകും, ഓവർ തിങ്കിങ് തുടങ്ങുകയും ചെയ്യും. മാത്രവുമല്ല ഇമ്പൾസീവ് ഡിസിഷൻസ് വരികയും ചെയ്യും. ഇത് നമ്മുടെ ക്യാരക്ടർ പ്രശ്നമല്ല, മറിച്ച് ബയോളജിക്കൽ ഇഷ്യൂ ആണ്. അതായത് സ്ലീപ്പ് ലഭിക്കുന്നില്ല, ശരീരത്തിന് മൈൻഡിന് റെസ്റ്റ് ലഭിക്കുന്നില്ല എന്നതാണ്. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ് ഉറക്കം കുറവാണെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ് എന്ന്. ഇന്ന് ചില ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല ആക്റ്റീവായി വളരെയധികം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും, മടിയന്മാരാണ് കൂടുതൽ ഉറങ്ങുക എന്ന ഒരു ചിന്തയുണ്ട്. സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡീപ്പ് സ്ലീപ്പ് കുറയുന്ന സമയത്ത് IQ ടെമ്പററിലി ഡ്രോപ്പ് ആവുന്നുണ്ട്. ഡിസിഷൻ അക്യുറസി 30% മുതൽ 40% വരെ കുറയുന്നുമുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷേ തെറ്റായ ഡയറക്ഷനിലാണ്, തെറ്റായ ഡിസിഷനുകളിലാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ബിസി ആണ് എന്നതുകൊണ്ട് ഉദ്ദേശം പ്രൊഡക്റ്റീവ് ആണ് എന്നാവണമെന്നില്ല. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നതുകൊണ്ട് എല്ലാം നല്ല ഡിസിഷൻസ് എല്ലാം അറിയണമെന്നുമില്ല. ഡീപ്പ് സ്ലീപ്പ് നശിപ്പിക്കുന്ന 3 സൈലന്റ് കില്ലേഴ്സ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി കാണുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. ബെഡിൽ സ്ക്രീന്, നമ്മളറിയാം നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അത് സ്ക്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ്റെ അളവിനെ കുറക്കാൻ കാരണമാകും. മെലറ്റോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് ഡിലേ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൈൻഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഉറങ്ങാൻ വേണ്ടി നേരെ പോയി കിടന്നുറങ്ങുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരം അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും പല പല ചിന്തകളിലായിരിക്കും എന്നുള്ളതാണ്. ഇതും ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു കാരണമാണ്. മൂന്നാമതായി ഇറഗുലർ സ്ലീപ്പ് ടൈമാണ്. ഒരു ദിവസം നമ്മൾ 10 മണിക്ക് കിടക്കുന്നു, മറ്റൊരു ദിവസം 12 മണിയാവും, ചിലപ്പോൾ 8 മണിക്ക് കിടക്കും. അങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് ടൈമിങ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലം കൊണ്ടുവന്നാലാണ് ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടാവുക എന്നതാണ്. പല സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ കൺഫ്യൂസ് ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ക്ലാരിറ്റി ഡിസപ്പിയർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഒരുപാട് ഹൈ പെർഫോമേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷേ അവരുടെ ഉറക്കം, അവർക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നത് കൃത്യമായ ഉറക്കത്തിൻ്റെ ചിട്ടകൾ കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുകയും, പക്ഷേ ഡീപ്പ് സ്ലീപ്പ് പ്രൊട്ടക്റ്റഡ് ആണ് അവർക്ക്. അവർ എപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത്
കാം സ്റ്റേറ്റിലാണ്, ശാന്തമായ ഒരു അവസ്ഥയിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർ റിയാക്റ്റീവ് മോഡിലല്ല ഉണ്ടായിരിക്കുക. അവർക്ക് ഇമോഷണൽ ഓവർഫ്ലോസ് ഒന്നും ഉണ്ടാവുകയുമില്ല. യഥാർത്ഥത്തിൽ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേയധികം മീറ്റിങ്ങുകളിൽ നിന്നല്ല, നേരെ മറിച്ച് രാത്രി നല്ല ഉറക്കം, ക്വാളിറ്റി സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, REM സ്ലീപ്പ് എന്നിവയൊക്കെ ലഭിക്കുന്ന സമയത്താണ് നമുക്ക് ശാന്തമാവാനും ഇമോഷണൽ ഓവർഫ്ലോകൾ ഇല്ലാതെ ശാന്തമായ തീരുമാനങ്ങൾ എടുക്കാനും ഹൈ ക്ലാരിറ്റി ഡിസിഷൻ മേക്കിങ്ങുകൾ എടുക്കാനും സാധിക്കുന്നുണ്ടാവുക. നമ്മൾ യഥാർത്ഥത്തിൽ ഫിക്സ് ചെയ്യേണ്ടത് മോട്ടിവേഷനോ ഡിസിപ്ലിനോ അല്ലെങ്കിൽ മറ്റുള്ള സപ്ലിമെൻറ്റുകളോ ഉപയോഗിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഡീപ്പ് സ്ലീപ്പ് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ദ സീക്രട്ട് ഓഫ് ഹൈ ക്ലാരിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്ന ഒരു വെബിനാർ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി താല്പര്യമുള്ളവർക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. താങ്ക് യു.